നിലമ്പൂർ വിധി എഴുതാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ബൂത്തുകളിൽ മോക്ക് പോളിംഗ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പോളിംഗ് ബൂത്തുകൾ വോട്ടെടുപ്പിന് സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്, അല്ലേ? അതെ, തീർച്ചയായും കൊട്ടിക്കലാശത്തിന്റെ ആവേശം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികളുള്ളത്. 263 പോളിംഗ് ബൂത്തിലായി 2,32,381 വോട്ടർമാരാണ് ഇന്ന് വിധിയെഴുതുക. വോട്ടർമാരിൽ 1,13,613 പുരുഷന്മാരും 1,18,760 വനിതകളും 8 ട്രാൻസ്ജെൻഡർമാരുമുണ്ട്. 7,787 പേർ പുതിയ വോട്ടർമാരാണ്. 23-നാണ് വോട്ടെണ്ണൽ. നമ്മൾ നിലമ്പൂർ സ്ക്വാഡിലേക്ക് പോവുകയാണ്. വിവരങ്ങളുമായി റിപ്പോർട്ടർമാർ സജ്ജമായി നിൽക്കുന്നു. VS രഞ്ജിത്തുണ്ട്, ആർ റോഷിവാലുണ്ട്, സാനിയോ മനോമിയുണ്ട്, അഷ്കർ അലി കരിമ്പയുണ്ട്, ദീപക് മലേമയുണ്ട്. വലിയൊരു സംഘം തന്നെ സജ്ജമായി നിൽക്കുമ്പോൾ നമ്മൾ ആദ്യം VS രഞ്ജിത്തിലേക്ക് പോകുന്നു. രഞ്ജിത്ത്, ഇനിയിപ്പോൾ എന്താണ്, നമുക്ക് നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ പോളിംഗിനുള്ള അവസാന ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞല്ലോ, അല്ലേ? റോഷ്നി, അവസാനവട്ട ഒരുക്കം എന്ന് പറയുന്നത് മോക്ക് പോളിംഗ് ആണ്. ആ മോക്ക് പോളിംഗ് നടക്കുന്നു. മോക്ക് പോളിംഗ് 5:30 മണിക്ക് തന്നെ നടന്നു തുടങ്ങിയതാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ ഇലക്ഷൻ ഏജന്റുമാർ എത്തിക്കഴിഞ്ഞാൽ അവരുടെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ ഈ ബൂത്തുകളിൽ, ഇവിടെ ഞാൻ നിൽക്കുന്നത് നിലമ്പൂരിലെ മോഡൽ UP സ്കൂളാണ്. ഇവിടെ 178 മുതൽ ഏകദേശം 5 ബൂത്തുകളുണ്ട്. 181ാമത്തെ ബൂത്താണ് എനിക്ക് പിറകിൽ കാണുന്നത്. ഈ ബൂത്തിൽ ഉൾപ്പെടെ, എവിടെയാണ് MP അബ്ദുൾ വഹാബ് വോട്ട് ചെയ്യാനെത്തുക, ഈ ബൂത്തിൽ ഉൾപ്പെടെ മോക്ക് പോളിംഗ് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻ ഏജന്റുമാരുടെ മുമ്പിൽ ഇവിടുത്തെ പോളിംഗ് ബൂത്തുകളിൽ സജ്ജീകരിച്ചിട്ടുള്ള വോട്ടിംഗ് മെഷീനുകളുടെ പരിശോധനയാണ് നടക്കുക. ആ വോട്ടിംഗ് മെഷീനുകളിൽ വോട്ട് നടത്തി, വോട്ട് ചെയ്ത് അത് കൃത്യമായി ആ ചിഹ്നത്തിൽ തന്നെ രേഖപ്പെടുത്തുന്നു എന്ന് ഇലക്ഷൻ ഏജന്റുമാർ പരിശോധിക്കുന്ന പരിപാടിയാണ് ഈ മോക്ക് പോളിംഗ്. ആ മോക്ക് പോളിംഗിൽ എന്തെങ്കിലും തകരാറുകൾ കണ്ടെത്തുന്ന വോട്ടിംഗ് മെഷീനുകൾ ഉടൻ മാറ്റാനുള്ളൊരു സജ്ജീകരണം ഉണ്ടാവും. അതിനുവേണ്ടിയാണ് 5:30 മണിയോടുകൂടി തന്നെ മോക്ക് പോളിംഗ് നടത്തുന്നത്. 6 മണി ഏകദേശം ഈ സമയമാകുമ്പോഴേക്കും പരിശോധന പൂർത്തിയാവേണ്ടതാണ്. പൂർത്തിയായ ശേഷം ഏതെങ്കിലും തകരാറുണ്ടെങ്കിൽ അത് മാറ്റുക എന്നുള്ളതാണ്. ഇതേ രീതിയിലുള്ള പരിപാടി 263 ബൂത്തുകളിലും ഒരേ സമയത്ത് നടക്കും. അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ, പോളിംഗ് സ്റ്റാഫ് കൃത്യമായി ആ സംവിധാനം 6 മണി 6:15 തീർക്കും. എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ ഉടൻ 7 മണിക്ക് മുമ്പ് തന്നെ ആ വോട്ടിംഗ് മെഷീനുകൾ മാറ്റാനുള്ള ഒരു സംവിധാനവും ഇതിനകം തന്നെ ചെയ്തിട്ടുണ്ടാവും. ഇതേ രീതിയിൽ 263 ബൂത്തുകളിലും ഉണ്ടാവും. 7 മണിക്ക് കൃത്യം വോട്ടിംഗ് ആരംഭിക്കും. 2,32,000-ഓളം വോട്ടർമാർ ഇവിടെയുണ്ട്. അതിൽ തന്നെ 1,18,000 സ്ത്രീകളും 1,13,000-ഓളം പുരുഷന്മാരുമാണുള്ളതും. ഇവിടെ ഇപ്പോൾ അല്പം മഴയുണ്ട്, ചെറിയ മഴ പെയ്യുന്നുണ്ട്. ഈ മഴ ഇങ്ങനെ നിന്ന് പെയ്താൽ ഒരുപക്ഷെ അത് പോളിംഗ് ശതമാനത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പ് കൂടിയാകുമ്പോൾ, സാധാരണ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ഈ പൊതു തെരഞ്ഞെടുപ്പിൽ നിന്നൊരു 5-6% പോളിംഗ് കുറയുന്നൊരു പതിവുണ്ട്. ഈ മഴ കൂടി ഇങ്ങനെ നിന്ന് പെയ്താൽ സ്വാഭാവികമായിട്ടും ആ പോളിംഗ് ശതമാനത്തിൽ വീണ്ടും കുറവുണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് മഴ പെയ്യരുതേ എന്ന് ഓരോ മുന്നണികളും പ്രാർത്ഥിക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് UDF അതിൻ്റെ സംവിധാനങ്ങൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയാൽ പോലും ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ മുകളിലാണ് UDFൻ്റെയൊക്കെ പ്രതീക്ഷ. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ ഒരു തരംഗം പ്രതീക്ഷിക്കുമ്പോൾ ഈ തരംഗത്തെ കെടുത്തിക്കളയുന്ന വിധത്തിൽ മഴ പെയ്യരുതെന്ന് അവർ ആഗ്രഹിക്കും. സ്വാഭാവികമായിട്ടും മഴ പെയ്താലും പോളിംഗ് ബൂത്തുകളിലേക്ക് ആളുകളെ, വോട്ടർമാരെ എത്തിക്കാൻ ഓരോ മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ അവരവരുടെ സംവിധാനങ്ങൾ ഓരോ വാർഡുകളിലും ബൂത്ത് അടിസ്ഥാനത്തിലും ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ പ്രായമായ ആളുകളെയൊക്കെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. പഴയ പോലെ വലിയ പ്രായമുള്ള ആളുകൾക്ക്, 85 വയസ്സിലധികം പ്രായമുള്ളവർക്ക് ഈ പോളിംഗ് ബൂത്തിലേക്ക് നേരിട്ട് എത്തേണ്ടതില്ല. ഭിന്നശേഷിക്കാർക്കും അതുപോലെ തന്നെ 85 വയസ്സിൽ കൂടുതലുള്ളവർക്കുമൊക്കെ വീട്ടിലെത്തി ഹോം വോട്ടിംഗ് സംവിധാനമുണ്ട്. അതിൽ തന്നെ 1,300 ആളുകളുടെ അപേക്ഷിച്ചിട്ടുണ്ട്. കൂടി പോകേണ്ടതുണ്ട്. അതിന് മുമ്പ് നമ്മുടെ ടീം പൂർണ്ണ സജ്ജമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വമ്പൻ ടീമിനെ തന്നെയാണ് നമ്മൾ അവിടെ അണിനിരത്തിയിട്ടുള്ളത്. ഒട്ടും ചോരാതെ, ആവേശം ഒട്ടും ചോരാതെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മുടെ ടീം അവിടെ സജ്ജമാണ്. അപ്പോൾ നമുക്ക് ഇനി ആർ റോഷിപാലിലേക്ക് പോകാം. അതാണ് നമ്മുടെ ടീമിനെ വീണ്ടും കാണിക്കുന്നുണ്ട്. ഇതാണ് ഈ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ടീം. നമ്മുടെ ടീം അവിടെ നിന്ന്, നിലമ്പൂരിൽ നിന്ന്, നിലമ്പൂരിന്റെ ആവേശം, നിലമ്പൂരിന്റെ ജനവിധി എങ്ങനെയായിരിക്കും അവിടെ നടക്കുന്നത്, പ്രഖ്യാപിക്കുമ്പോൾ തന്നെ നമ്മുടെ ടീം അവിടെ സജ്ജമാണ്. ആ ടീം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ റോഷിപാലിലേക്ക് പോകാം. റോഷിപാൽ ചേരുന്നത് അമരമ്പലത്ത് നിന്നാണ്. റോഷിപാൽ, അമരമ്പലം എന്ന് പറയുമ്പോൾ ഒരു വനാതിർത്തിയോട് ചേർന്നുള്ള പ്രദേശമാണ്. വളരെ പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഈ കാർഷിക ഗ്രാമം കൂടിയാണ് എന്ന് പറയേണ്ടതില്ല. അപ്പോൾ എന്താണ് അവിടുത്തെ ജനങ്ങളുടെ മനസ്സ് എന്ന് അറിയേണ്ടതുണ്ട്. അപ്പോൾ അത് അറിയണമെങ്കിൽ ഇനി 23-ന് സാധിക്കുകയുള്ളൂ. പക്ഷേ എങ്കിൽ പോലും എത്രത്തോളം ആവേശമായിരുന്നു ആ പ്രദേശങ്ങൾ? അവിടെയൊക്കെ ഈ പ്രചാരണ ആവേശമൊക്കെ ഉണ്ടായിരുന്നതല്ലോ.
അമരമ്പലം പഞ്ചായത്തിലെ പൂക്കോട്ടുപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇപ്പോൾ ഇവിടെ 3 പോളിംഗ് ബൂത്തുകളുണ്ട്. 244 മുതൽ 246 വരെയുള്ള 3 പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. ഇവിടെ ഇപ്പോൾ മോക്ക് പോൾ ഏതാണ്ട് അത് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. മോക്ക് പോൾ ഇപ്പോൾ അവസാനിക്കും. കൃത്യം 7 മണിക്ക് തന്നെ പോളിംഗ് തുടങ്ങാനുള്ള രീതിയിൽ അത് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും ബൂത്ത് ഏജന്റുമാരുൾപ്പെടെ അവർ സജ്ജമായിട്ടുണ്ട്. നമുക്ക് ഇവിടെ പൂക്കോട്ടുംപാടത്തെ ഈ സ്കൂളിൽ ആദ്യ വോട്ട് ചെയ്യാൻ വേണ്ടി ഒരു ചേച്ചി അവർ വളരെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഏതാണ്ട് 6 മണിയോടെ. ചേച്ചി, ഇത് എങ്ങനെയാണ് ആവേശത്തോടെ വളരെ നേരത്തെ എത്തി? തൊട്ടടുത്താണോ വീട്? കുറച്ചങ്ങോട്ട് പോകണം. കോട്ടപ്പുഴ പാലത്തിന്റെ അടുത്താണ്. അപ്പൊ രാവിലെ തൊഴിലുറപ്പ് ജോലിക്ക് പോകണുണ്ട്. അപ്പൊ അതിന് പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വോട്ട് കളയാൻ പാടില്ലല്ലോ, ആരായാലും ജയിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് തൊഴിലുറപ്പുണ്ട്, ജോലിയുണ്ട്. അപ്പൊ അതിന് പോകാൻ വേണ്ടിയിട്ടും കൂടിയാണ് രാവിലെ പോകുന്നത്. അപ്പൊ ചേച്ചി തൊഴിലുറപ്പ് തൊഴിലാളി കൂടിയാണ്. അവർ വോട്ട് ചെയ്തതിന് ശേഷം ജോലിക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിനാണ്. വളരെ നേരത്തെ എത്തി. ഇനിയും ഏതാണ്ട് 40 മിനിറ്റോളം കാത്തിരിക്കണം. ഏതാണ്ട് നമ്മുടെ പോളിംഗ് സ്റ്റേഷനകത്ത് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് ബിബിൻ പകർത്തുന്ന ദൃശ്യങ്ങളിൽ കാണാം. മോക്ക് പോളിംഗ് അതിന്റെ നടപടിക്രമങ്ങൾ അത് അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഏതാണ്ട് 40 മിനിറ്റിനപ്പുറത്തേക്ക് ഇവിടെ പോളിംഗ് തുടങ്ങും. ഏതാണ്ട് 940ഓളം വോട്ടുകളാണ് ഈ പോളിംഗ് സ്റ്റേഷനിലുള്ളത്. പിന്നീട് തൊട്ടടുത്ത് തന്നെ ഇതിന്റെ തൊട്ടപ്പുറത്തെ കെട്ടിടത്തിലാണ് മറ്റ് പോളിംഗ് സ്റ്റേഷനുള്ളത്. നമുക്ക് അറിയാം, അമരമ്പലം നേരത്തെ ഒരു UDF വലിയ സ്വാധീനമുള്ള മേഖലയായിരുന്നു, അമരമ്പലം പഞ്ചായത്ത്. പിന്നീട് PV അൻവർ LDFന്റെ ഭാഗമായി ഇവിടെ മത്സരിച്ചതിന് ശേഷമാണ് അമരമ്പലത്ത് LDF സ്വാധീനമുണ്ടായത്. ഇപ്പോൾ LDF ആണ് അമരമ്പലം പഞ്ചായത്ത് ഭരിക്കുന്നത്. അത്തരത്തിൽ UDF വലിയ വോട്ട് സ്വാധീനമുണ്ടെന്ന് UDF പ്രവർത്തകർ പറയുന്നു. ഈ തവണ സർക്കാരിനെതിരെയുള്ള ഒരു വികാരം അത് ആളിക്കത്തി കഴിഞ്ഞാൽ അനുകൂല അന്തരീക്ഷമുണ്ടാകുമെന്ന പ്രതീക്ഷ കൂടെ UDF ഉള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് അമരമ്പലം. ഏതായാലും കൃത്യമായി ചുമതല നൽകിക്കൊണ്ട് UDFും LDFും ഒക്കെ പ്രവർത്തനം നടത്തിയ മേഖല കൂടിയാണ്. അൻവറിന്റെ ആ സ്വാധീനം തീർച്ചയായും എന്തായാലും വെങ്കി, നമ്മൾ മനോഹരമായ ഒരു കാഴ്ച കൂടി അവിടെ നിന്ന് കണ്ടു. ആദ്യം വോട്ട് ചെയ്യാൻ എത്തിയ ഒരു തൊഴിലാളി സ്ത്രീ, അവര് ജോലിക്ക് പോകുന്നതിന് മുൻപ് സ്വന്തം സമ്മതിദാന അവകാശം രേഖപ്പെടുത്താനായി എത്തിയ ഒരു കാഴ്ച.